നമ്മൾ ടെലിവിഷൻ എഞ്ചിനീയറിംഗിലെ 10ാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ടെലിവിഷൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത 4 വീഡിയോസ് വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പ്രീവിയസ് 4 വീഡിയോ, നമ്മൾ ഇതിന് മുന്നേ ഒരു ഒബ്ജക്റ്റീവ് ഡിസ്കഷൻ ക്ലാസ് വെച്ചിരുന്നു, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് നമ്മൾ ആദ്യത്തെ 4 വീഡിയോസ് വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഡിസ്കഷൻ ആയിരുന്നു. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ 4 വീഡിയോസ് വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഡിസ്കഷനാണ്. സോ ഫസ്റ്റ് ടോപ്പിക് കളർ തിയറി. സോ കളർ തിയറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചതായിരുന്നു. വാട്ട് ആർ ദി പ്രൈമറി കളേഴ്സ്, സോ വാട്ട് ഈസ് ലൂമിനൻസ്, വാട്ട് ഈസ് ബ്രൈറ്റ്നസ്, വാട്ട് ഈസ് കോൺട്രാസ്റ്റ്, അങ്ങനെ കുറേ ടോപ്പിക്സ്, കളർ വെച്ചിട്ടുള്ള കുറേ ടോപ്പിക്സ്, അഡിക്റ്റീവ് മിക്സിങ്, സബ്ട്രാക്റ്റീവ് മിക്സിങ്, അങ്ങനെ കുറേ ടോപ്പിക്സ് കളർ തിയറി വെച്ച് പഠിച്ചു. സോ അത് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഒബ്ജക്റ്റീവ് ചോദിക്കാമെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പിക്ചർ ട്യൂബ്. സോ എന്താണ് കളർ പിക്ചർ ട്യൂബ്, എന്താണ് മോണോക്രോം പിക്ചർ ട്യൂബ്, ഇതിൻ്റെ ബേസിക് വർക്കിംഗ് എങ്ങനെയാണ്, ഓരോ കളർ പിക്ചർ ട്യൂബിലും മോണോക്രോം പിക്ചർ ട്യൂബിലും നമ്മൾ എന്തൊക്കെ കോമ്പണൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇത് വെച്ചുള്ള ഒബ്ജക്റ്റീവാണ് നമ്മൾ സെക്കൻഡ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പാരിസൺ ഓഫ് TV സ്റ്റാൻഡേർഡ്സ്. സോ എന്താണ് PAL സിസ്റ്റം, NTSC സിസ്റ്റം, CCAM സിസ്റ്റം, ഇതിൻ്റെ കമ്പാരിസൺ എങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മോഡുലേഷനൊക്കെ പഠിച്ചിരുന്നു. സോ ഇതാണ് കമ്പാരിസൺ ഓഫ് TV സ്റ്റാൻഡേർഡ്സ്. മോണോക്രോം TV ട്രാൻസ്മിറ്റർ. സോ എന്താണ് TV ട്രാൻസ്മിറ്റർ, എങ്ങനെയാണ് TV ട്രാൻസ്മിറ്ററിൻ്റെ വർക്കിംഗ്. സോ മോണോക്രോം TV ട്രാൻസ്മിറ്ററിൽ എന്തൊക്കെ ബ്ലോക്സ് ഉണ്ട്, ഓരോ ബ്ലോക്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ 4 ടോപ്പിക് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ഡിസ്കഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 33rd ക്വസ്റ്റ്യൻ, ദ ഇന്നർ സർഫസ് ഓഫ് ദി പിക്ചർ ട്യൂബ് ഈസ് കോട്ടഡ് വിത്ത്. നമ്മൾ പിക്ചർ ട്യൂബ് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇന്നർ സർഫസ് ഏത് എലമെൻറ്റ് വെച്ചിട്ടാണ് കോട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന അലുമിനിയം കോമ്പൗണ്ട്, ഫോസ്ഫേറ്റ് കോമ്പൗണ്ട്, സോഡിയം കോമ്പൗണ്ട് ആൻഡ് നൺ ഓഫ് ദി അബോവ്. സോ നമുക്ക് തന്നെ അറിയാം ഫോസ്ഫേറ്റ് കോമ്പൗണ്ട് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഒരു പിക്ചർ ട്യൂബിൻ്റെ ഇന്നർ സർഫസ് കോട്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. 34th ക്വസ്റ്റ്യൻ, ദ റെഫറൻസ് വൈറ്റ് കളർ ഫോർ കളർ ടെലിവിഷൻ മിക്സ്ചർ. നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട് 3 പ്രൈമറി കളേഴ്സ് ഉള്ളത്, റെഡ്, ഗ്രീൻ, ബ്ലൂ അല്ലേ. അതിൻ്റെ മിക്സിംഗ് റേഷ്യോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ജനറലി 0.3 R ഇൻറ്റു 0.59 G ഇൻറ്റു 0.11 B, ഈ ഒരു റേഷ്യോയിലാണ് നമുക്ക് ലുമിനൻ സിഗ്നൽ Y കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് എക്സാക്ട്ലി ഇതിൻ്റെ റെഫറൻസ് വൈറ്റ് കളർ കിട്ടാനുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ജനറലി ഏതായിരിക്കും, നിങ്ങളിതിൻ്റെ ഓപ്ഷൻസ് നോക്കുക. റേഷ്യോ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, ഓപ്ഷൻ A ആണ്. സോ 0.3 R, അതുപോലെ 0.59 G, 0.11 ബ്ലൂ. സോ ഇത് കറക്റ്റ് ഏതായിരിക്കും ഇതിൻ്റെ ഉത്തരം വരിക, ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 35, ദ 2 കളർ സിഗ്നൽസ് ആർ റെപ്രസെൻറ്റഡ് ആസ്. നിങ്ങൾ നോക്കുക, ദ 2 കളർ സിഗ്നൽസ് ആർ റെപ്രസെൻറ്റഡ് ആസ്. റൈറ്റ്. സോ 2 കളർ സിഗ്നൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ജനറലി 2 കളർ സിഗ്നലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഒന്ന് BY, നമ്മൾ കളർ മിക്സിങ്ങും കളർ സബ്സാക്ഷനും പഠിച്ചിരുന്നു. സോ BY-യും അതുപോലെ RY-യും ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ട്രാക്ട് സിഗ്നൽ. അതിന് പാരലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കളർ സിഗ്നലിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക, PQ, XY, YZ, UV. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, U and V. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ദ കളർ സിഗ്നൽസ് ആർ റീപ്ലേസ്ഡ് ബൈ U and V സിഗ്നൽ. PAL സിസ്റ്റത്തിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. PAL സിസ്റ്റത്തിൽ UV വരും. അങ്ങനെ ഓരോന്നിലും നമ്മൾ ഓരോ ടൈപ്പ് പഠിച്ചിരുന്നു, കളറിനെ എങ്ങനെ മാറ്റുന്നു എന്നല്ലേ. സോ 36th ക്വസ്റ്റ്യൻ നോക്കുക, എ വൈറ്റ് ഈസ്. ക്വസ്റ്റ്യൻ ഇതാണ്, എ വൈറ്റ് ഈസ്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ബ്രൈറ്റ്നസ് ക്യാരക്ടറൈസ്ഡ് ലൈറ്റ്, അതുപോലെ 1 ഓഫ് ദി പ്രൈമറി കളേഴ്സ്, 1 ഓഫ് ദി കോംപ്ലിമെൻ്ററി കളേഴ്സ്, അബൻഡൻസ് ഓഫ് ലൈറ്റ്. സോ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതായിരുന്നു വൈറ്റ് ഈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഇതിൻ്റെ ഓപ്ഷൻസ് ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് ക്യാരക്ടറൈസ്ഡ് ലൈറ്റ് ആണ് ജനറലി എന്ത്, വൈറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്. സോ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. നിങ്ങൾ നോക്കുക. ഓക്കെ, A ആണ് ഓപ്ഷൻ വരിക. ബാക്കി ഓപ്ഷൻസ് ഒന്നും മാച്ച് ആവുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 37 നിങ്ങൾ നോക്കുക. 37 നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദ ചാനൽ വിഡ്ത്ത് ഓഫ് PAL സിസ്റ്റം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ PAL സിസ്റ്റത്തിൽ വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ് എന്നുള്ള കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ചാനൽ ബാൻഡ് വിഡ്ത്ത് നമുക്കറിയാം, ഇറ്റ് വിൽ ബി 7 MHz.
ഓപ്ഷൻ ഡി ആണ് വരിക. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചോദിച്ചിരിക്കുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിലാണ്. കുറച്ചും കൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്നത് ആദ്യം ഇനി ഏതൊക്കെ PSCക്ക് മെയിനായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഡെപ്തിൽ നമ്മൾ പോവും. ഓക്കെ, 38ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ദ ഇമേജ് കണ്ടിന്യൂറ്റി ഇൻ മോഷൻ പിക്ചർ ഈസ് ഒബ്റ്റെയിൻ ഇൻ ദി പ്രോപ്പർട്ടി ഓഫ്. വളരെ ക്ലിയർ ആണ്. ഏത് പ്രോപ്പർട്ടിയിലൂടെയാണ് ഇമേജിൻ്റെ കണ്ടിന്യൂറ്റി? അപ്പോൾ നമ്മൾ ലാക്സ് ഓഫ് ഇമേജസിനെ സ്കാൻ ചെയ്യുന്നുണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ട്. സോ ഏത് പ്രിൻസിപ്പിൾ വഴിയാണ് ഇമേജ് കണ്ടിന്യൂറ്റി കിട്ടുന്നത് മോഷൻ പിക്ചേഴ്സിന്? അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഡോപ്ലർ എഫക്റ്റ്, സ്കിൻ എഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മളതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞത്, അതായത് എന്താണ് പിക്ചർ ട്യൂബിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഈ ഒരു രീതിയിലാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്, അതായത് ലൈറ്റിനനുസരിച്ച് റെസിസ്റ്റൻസ്. പക്ഷേ ഇത് ഇമേജ് കണ്ടിന്യൂറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്യുവർലി പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നുള്ളൊരു പാരാമീറ്ററിനെ, ഒരു പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇമേജ് കണ്ടിന്യൂറ്റി ഇരിക്കുന്നത്. സോ 38ന്റെ ആൻസർ ഡി ആണ്. ഓക്കെ, 39th ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എനിക്കിത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണോ എന്ന് സംശയമുണ്ട്. വാട്ട് ആർ ദി ടൈപ്പ് ഓഫ് കളർ ട്രാൻസ്മിഷൻ യൂസ്ഡ് ഇൻ ഇന്ത്യ? ജൂനിയർ ഇൻസ്ട്രക്ടർ MRTയിൽ ചോദിച്ചിട്ടുണ്ട്. പോലീസ് കമ്മ്യൂണിക്കേഷൻ, ടെലി കമ്മ്യൂണിക്കേഷൻ പോലീസ് ഓഫീസർ. ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് കളർ ട്രാൻസ്മിഷൻ യൂസ്ഡ് ഇൻ ഇന്ത്യ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഫേസ് ഓൾട്ടർനേഷൻ ലൈൻ അല്ലെങ്കിൽ PAL സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ NTSC CCAM ഒക്കെ വേറെ വേറെ മെത്തേഡ്സ് ആയിരുന്നു. HTTV എന്നുള്ളത് ഒരു കളർ ട്രാൻസ്മിഷൻ സ്കീമേ അല്ല. ഓപ്ഷനിൽ HTTV കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 40 നിങ്ങൾ നോക്കുക. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗൺ ഇൻ എ കളർ പിക്ചർ ട്യൂബ്. മോണോക്രോം പിക്ചർ ട്യൂബ് ആണെങ്കിൽ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗൺ വിൽ ബി 1. ഫോർ കളർ പിക്ചർ ട്യൂബ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗൺ വിൽ ബി 3. സോ ഈച്ച് പിക്ചർ ട്യൂബ് ഫോർ ഈച്ച് പ്രൈമറി കളേഴ്സ്, റെഡ്, ഗ്രീൻ, ബ്ലൂ, 3 കളേഴ്സിനും ഓരോ ഇലക്ട്രോൺ ഗൺ ഉണ്ടായിരിക്കും. സോ ആൻസർ C ആണ്. ഓപ്ഷൻ C 3. 41 നിങ്ങൾ നോക്കുക. ഇൻ കളർ TV സിസ്റ്റം സിയാൻ കളർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആഡിങ്. ജൂനിയർ ഇൻസ്ട്രക്ടർ EMEC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കളർ TVയിൽ സിയാൻ കളർ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം 3 പ്രൈമറി കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ബ്ലൂ ഗ്രീൻ, റെഡ് ഗ്രീൻ, ബ്ലൂ റെഡ്, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാക്കാം. സോ ഇതിൽ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ബൈ മിക്സിങ് ബ്ലൂ ആൻഡ് ഗ്രീൻ വി ക്യാൻ ജനറേറ്റ് സിയാൻ കളർ. റൈറ്റ്. 41 ആൻസർ A ആണ്. 42 വിച്ച് ഈസ് ദി ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന? സോ ജൂനിയർ ഇൻസ്ട്രക്ടർ EMEC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന വിൽ ബി യാഗിയുഡ, ഹെലിക്കൽ, പരാബോളിക്, ടേൺസ്റ്റൈൽ. ഇത്രയും കൊടുത്തിരിക്കുന്നത്. ഇതിൽ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഏതാണെന്ന് ചോദിച്ചത്. ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന യാഗിയുഡ അല്ല, എന്തായാലും ഹെലിക്കൽ ആൻറ്റിന അല്ല, പരാബോളിക് ആൻറ്റിന നമ്മുടെ ഡിഷ് ആൻറ്റിനയാണ്, അതല്ല. ടേൺസ്റ്റൈൽ ആൻറ്റിന വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ D ആണ് 42 വരിക. സോ 43rd ക്വസ്റ്റ്യൻ. ഇൻ PAL കളർ സിസ്റ്റം വാട്ട് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് കളർ സബ് കാരിയർ? സോ PAL കളർ സിസ്റ്റത്തിൻ്റെ കളർ സബ് കാരിയർ ഫ്രീക്വൻസി എത്രയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം എത്ര മെഗാഹെർട്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി, അതിൽ എത്രയാണ് കളർ സബ് കാരിയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ പറയുന്നത് 3.58, 5.5 മെഗാഹെർട്സ്, 4.2 മെഗാഹെർട്സ്, 4.43 മെഗാഹെർട്സ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന നോൺ ഫാക്ടറാണ്. ആൻസർ D ആണ് വരിക. 4.43 മെഗാഹെർട്സ്. റൈറ്റ്. ആൻസർ D അല്ലേ. 44 ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്നൽ ഫോംഡ് ബൈ Q and I റെപ്രസെൻറ്റ്. സോ വാട്ട് ഈസ് Q and I? Q and I എന്ന് പറയുന്നത് NTSC സിസ്റ്റത്തിലെ കളർ സബ്സ്ട്രാക്ഷൻ സിഗ്നലിനെയാണ് നമ്മൾ QI എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ QI ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഓപ്ഷൻ A ഹ്യൂ, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് ആൻഡ് കളർ സാച്ചുറേഷൻ. അപ്പോൾ നമുക്ക് തന്നെ അറിയാം കളർ സിഗ്നലിനെയാണ് Qയും Iയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ജനറലി RY/BY ഈ രണ്ട് സിഗ്നൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് Qയും Iയും ഇരിക്കുന്നത്. അപ്പോൾ സോ ഇറ്റ് ഈസ് പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ കളർ സാച്ചുറേഷൻ. സോ ദിസ് വൊക്കേഷണൽ MRTV VHSCയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ 45th ക്വസ്റ്റ്യൻ നോക്കുക. ദ വൈറ്റ് ഡോട്ട്സ് ആൻഡ് ക്രോസ് ലാച്ച് പാറ്റേൺസ് ആർ കോൾഡ്. സോ വൈറ്റ് ഡോട്ട്സ് ക്രോസ് ലാച്ച് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻസ് ആണ്. അല്ലെങ്കിൽ ഈ പാറ്റേൺ ലിമിറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല. വൈറ്റ് ഡോട്ട്സും ക്രോസ് ലാച്ചും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ ഇതിന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഈ വേർഡ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഡൈവേർജൻസ് പാറ്റേൺ, കൺവേർജൻസ് പാറ്റേൺ, ലീനിയർ പാറ്റേൺ, ബാക്ക്ഗ്രൗണ്ട് പാറ്റേൺ. ഇതാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ വൈറ്റ് ഡോട്ട്സ് ക്രോസ് ലാച്ച് നമ്മൾ ജനറലി പറയുന്നതാണ് ഡൈവേർജൻസ് പാറ്റേൺ.
നമ്മൾ ജസ്റ്റ് അത് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ തിയറി എടുത്തപ്പോൾ. 46th ക്വസ്റ്റ്യൻ, ദ 2 കളർ ഡിഫറെൻറ്റ് സിഗ്നൽസ് ആർ ഡെസിഗ്നേറ്റഡ് ഇൻ PAL. സോ PAL സിസ്റ്റത്തിൽ 2 കളർ ഡിഫറെൻറ്റ് സിഗ്നൽസ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഓപ്ഷൻ എ എക്സ് ആൻഡ് വൈ, ഓപ്ഷൻ ബി യു ആൻഡ് വി, ഓപ്ഷൻ സി ഐ ആൻഡ് ക്യൂ, ഓപ്ഷൻ ഡി പി ആൻഡ് ക്യൂ. ഇതിൽ എന്തായാലും എക്സ് വൈയും പി ക്യൂവും കളർ ഡിഫറെൻറ്റ് സിഗ്നൽസ് അല്ല. യു വിയും ഐ ക്യൂ ആണ് കളർ ഡിഫറെൻറ്റ് സിഗ്നൽസ്. ഐ ക്യൂ എന്ന് പറയുന്നത് ജനറലി NTSCയിലും യു വി എന്നുള്ളത് PAL യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. 46. 47th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. 47th ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ ടെക്നിക് യൂസ്ഡ് ടു ജനറേറ്റ് ഹൈ വോൾട്ടേജ് ഇൻ EHT. സോ നമ്മൾ പിക്ചർ ട്യൂബ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് എക്സ്ട്രാ ഹൈ ടെൻഷൻ എന്നുള്ള ലോജിക്കലാണ് ഇതിൻ്റെ പവർ സപ്ലൈ ഇരിക്കുന്നത് അല്ലേ. ഹൈ വോൾട്ടേജ് EHTയിൽ നമ്മൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാന്നാണ്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ സ്പ്ലിറ്റ് അഡീഷൻ, ഓപ്ഷൻ ബി സ്പ്ലിറ്റ് സബ്സ്ട്രാക്ഷൻ, ഓപ്ഷൻ സി മൾട്ടിപ്ലക്സർ, ഓപ്ഷൻ ഡി എക്സ്ട്രാ മൾട്ടി വൈൻഡിങ്. സോ ഓപ്ഷൻ എ ആണ് വരിക ആൻസർ, സ്പ്ലിറ്റ് അഡീഷൻ. നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടീം ആൻഡ് കണ്ണൂരിൽ വെച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. 48. ദ കളർ സബ് കാരിയർ സപ്രസ്ഡ് അറ്റ് ദി ട്രാൻസ്മിറ്റർ ഇൻ ഓർഡർ ടു. കളർ സബ് കാരിയർ ഈസ് സപ്രസ്ഡ് അറ്റ് ദി ട്രാൻസ്മിറ്റർ ഇൻ ഓർഡർ ടു. എന്തിനാണ് നമ്മൾ കളർ സബ് കാരിയറിനെ സപ്രസ് ചെയ്യുന്നത് ട്രാൻസ്മിറ്ററിൽ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് നമ്മൾ കളർ സബ് കാരിയറിനെ എന്ത് ചെയ്യുന്നത്, സപ്രസ് ചെയ്യുന്നത്? സോ ഇതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഓപ്ഷൻസ്, അവോയ്ഡ് കോ ചാനൽ ഇൻ്റർഫറൻസ്, അതുപോലെ ഓപ്ഷൻ ബി പറയുന്നത് എന്താണ്, സേവ് എനർജി, ഓപ്ഷൻ സി പറയുന്നത് മിനിമൈസ് ദി ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ ക്രോമ സിഗ്നൽ ആൻഡ് വൈ സിഗ്നൽ, ഓപ്ഷൻ ഡി പറയുന്നത് മിനിമൈസ് ദി അഡ്ജസൻറ്റ് ചാനൽ. സോ ഇതിൽ ഏതായിരിക്കും ആൻസർ? കോ ചാനൽ ഇൻ്റർഫറൻസിനെ ഓവർകം ചെയ്യാനല്ല, എനർജി സേവ് ചെയ്യാനും അല്ല, അഡ്ജസൻറ്റ് ചാനലിൻ്റെ ഇൻ്റർഫറൻസ് ഒഴിവാക്കാനല്ല, മിനിമൈസ് ദി ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ ക്രോമ സിഗ്നൽ ആൻഡ് വൈ സിഗ്നൽ. ക്രോമ സിഗ്നൽ നമ്മൾ പഠിച്ചാണ്, വൈ സിഗ്നൽ നമ്മൾ പഠിച്ചാണ്. ഇത് തമ്മിലുള്ള ഇൻ്റർഫേസ് കുറയ്ക്കാനാണ് നമ്മൾ കളർ സബ് കാരിയറിനെ സപ്രസ് ചെയ്യുന്നത് ട്രാൻസ്മിറ്ററിൽ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 48. 49 നിങ്ങൾ നോക്കുക. 49ൽ പറയുന്നത്, സോ 49th ക്വസ്റ്റ്യൻ, ദ ആൻറ്റിന യൂസ്ഡ് ടു റിസീവ് ദി ടെറസ്ട്രിയൽ TV ട്രാൻസ്മിഷൻ. ഓപ്ഷൻ എ ഡൈപോൾ ആൻറ്റിന, ഓപ്ഷൻ ബി മാർക്കോണി ആൻറ്റിന, ഓപ്ഷൻ സി യാഗിയുടെ ആൻറ്റിന, ഓപ്ഷൻ ഡി ടേൺസ്റ്റൽ ആൻറ്റിന. ഇത് ചോദിച്ചിരിക്കുന്ന ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് പോളി 2011. സോ നമുക്കറിയാം ജനറലി യാഗിയുടെ ആൻറ്റിന എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ആൻറ്റിനയാണ്. ദീസ് ആർ ബേസിക്കലി എ ഡയറക്ഷണൽ ആൻറ്റിന കൺസിസ്റ്റിംഗ് ഓഫ് മൾട്ടിപ്പിൾ പാരലൽ എലമെൻറ്റ്സ് ഇൻ എ ലൈൻ. അപ്പോൾ കുറേ ആൻറ്റിനാസിൻ്റെ മിക്സിംഗ് ആണ് ശരിക്കും യാഗിയുടെ ആൻറ്റിന. അല്ലെ മേ ബി ഡൈപോൾ ആൻറ്റിന വരാം, റിഫ്ലക്റ്റേഴ്സ് വരാം. അപ്പോൾ യാഗിയുടെ ആൻറ്റിനയാണ് നമ്മൾ ടെലിവിഷൻ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് മെയിൻലി പണ്ടത്തെ ടെറസ്ട്രിയൽ TV ട്രാൻസ്മിഷൻ യൂസ് ചെയ്ത് യാഗിയുടെ ആൻറ്റിനയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 50. ഇൻ US NTSC സിസ്റ്റം ദ സൗണ്ട് കാരിയർ ഫ്രീക്വൻസീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ PAL സിസ്റ്റം ആണ്, US യൂസ് ചെയ്യുന്ന NTSC സിസ്റ്റം ആണ്. രണ്ടിൻ്റെയും പ്രത്യേകത, PAL സിസ്റ്റം ആണെങ്കിൽ 5.5 MHz എബോവ് ദി പിക്ചർ കാരിയർ ആയിരിക്കും നമ്മൾ PAL യൂസ് ചെയ്യുക. NTSCയിൽ ഏതായിരിക്കും യൂസ് ചെയ്യുക? നിങ്ങൾ പറയാം. ഓപ്ഷൻ എ പറയുന്നത് 4.5 MHz എബോവ് ദി പിക്ചർ കാരിയർ, ബിലോ ദി പിക്ചർ കാരിയർ, 1.5 MHz എബോവ് ദി പിക്ചർ കാരിയർ, 1.5 MHz ബിലോ ദി പിക്ചർ കാരിയർ. അപ്പോൾ 1.5 MHz എന്തായാലും അല്ല. ഇന്ത്യൻ സിസ്റ്റത്തിൽ 5.5 ആണ്, എബോവ് പിക്ചർ കാരിയർ ആണ്. ഇവിടെ അങ്ങനെ തന്നെ 4.5 MHz എബോവ് ദി പിക്ചർ കാരിയർ വിൽ ബി ദി ആൻസർ. 50. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 51. ദ പ്രൈമറി കളേഴ്സ് ഇൻ CTV സിസ്റ്റം. ഇത് ചോദിച്ചിരിക്കുന്നത് പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ പോലീസിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. RGB, RYC, RBO, RMC. നമുക്കറിയാം പ്രൈമറി കളേഴ്സ് RGB ആണ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്, ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ദ U and V കളർ ഡിഫറൻസ് സിഗ്നൽ ഹാവ് എ ഫേസ് ഡിഫറൻസ് ഓഫ്. U and V നമ്മൾ ടിപ്പിക്കലി PAL സിസ്റ്റത്തിൽ യൂസ് ചെയ്യും അല്ലേ. സോ UV കളർ ഡിഫറൻസ് സിഗ്നലിൻ്റെ ഫേസ് ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ ബി 90 ഡിഗ്രി. 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് U and Vക്ക് വരിക. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 52. 53rd ക്വസ്റ്റ്യൻ, ഇൻ കൊമേഴ്ഷ്യൽ TV ട്രാൻസ്മിഷൻ ഇൻ ഇന്ത്യ പിക്ചർ ആൻഡ് സ്പീച്ച് സിഗ്നൽസ് ആർ മോഡുലേറ്റഡ് റെസ്പെക്റ്റീവ്ലി ആസ്. HSST ഇലക്ട്രോണിക്സിൽ വെച്ച ക്വസ്റ്റൻ ആണ്. പിക്ചർ ആൻഡ് സ്പീച്ച് സിഗ്നൽ ആസ് VSP എന്ന് പറഞ്ഞാൽ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ്, പിക്ചർ ആസ് VSP ആൻഡ് സ്പീച്ച് ആസ് SSM, പിക്ചർ ആസ് VSP ആൻഡ് സ്പീച്ച് ആസ് FM,
പിക്ചർ ആസ് FM ആൻഡ് സ്പീച്ച് ആസ് VSP. 4 ഓപ്ഷൻസ് ഉള്ളത്. നമുക്കറിയാം കൊമേഴ്ഷ്യൽ TV ട്രാൻസ്മിഷന് വീഡിയോ സിഗ്നലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറലി AM-ഉം ഓഡിയോ സിഗ്നലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, FM ആണ്. അപ്പോൾ പിക്ചർ ആൻഡ് സ്പീച്ച് സിഗ്നൽ, സോ AM-ൽ തന്നെ കുറേ മോഡുലേഷൻ സ്കീംസ് ഉണ്ട്. ഇതിലൊന്നാണ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ്. അപ്പോൾ സോ നമ്മൾ പിക്ചറിന് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡും ഓഡിയോയ്ക്ക് FM ആണ് യൂസ് ചെയ്യുക. സോ ഓപ്ഷൻ C വിൽ ബി ദി ആൻസർ. ക്വസ്റ്റ് നമ്പർ 54 നിങ്ങൾ നോക്കുക. 54-ൽ പറയുന്നത് ദി ഔട്ട്പുട്ട് സ്റ്റേജ് ഓഫ് എ TV ട്രാൻസ്മിറ്റർ ഈസ് യൂഷ്വലി. സോ നമുക്ക് തന്നെ അറിയാം, ഒരു ഔട്ട്പുട്ട് സ്റ്റേജിൽ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒരു പവർ ആംപ്ലിഫയർ ആയിരിക്കും. നമ്മൾ ഏത് പവർ ആംപ്ലിഫയർ ആയിരിക്കും യൂസ് ചെയ്യുക? എഫിഷ്യൻസി മാക്സിമം വരാൻ ക്ലാസ് സി പവർ ആംപ്ലിഫയർ ആയിരിക്കും യൂസ് ചെയ്യുക. സോ ക്ലാസ് സി പവർ ആംപ്ലിഫയറിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗ്രിഡ് മോഡുലേറ്റഡും ഒന്ന് ഗ്രിഡ് മോഡുലേറ്റഡ് ക്ലാസ് സിയും അതുപോലെ പ്ലേറ്റ് മോഡുലേറ്റഡ് ക്ലാസ് സിയും 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ ബേസിക്കലി ക്ലാസ് സിയിൽ ഗ്രിഡ് മോഡുലേറ്റഡ് ക്ലാസ് സി പവർ ആംപ്ലിഫയർ ആണ് ജനറലി TV ട്രാൻസ്മിറ്ററിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ 54 ആൻസർ വിൽ ബി B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 55. ഇൻ ഓർഡർ ടു എലിമിനേറ്റ് ദി ഗോസ്റ്റ് ഇൻ പിക്ചർ വൺ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഈസ് ടു. സോ പിക്ചറിൽ ഗോസ്റ്റിംഗ് എഫക്റ്റ് ഒഴിവാക്കാൻ, ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരേ ഇമേജ് 2 തവണയായിട്ട് കാണുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു പിക്ചറിൻ്റെ. സോ ഇത് ബേസിക്കലി എങ്ങനെയാണ് ഒക്കൂർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അല്ലെങ്കിൽ ഇത് എങ്ങനെ നമ്മൾ ഏത് മെത്തേഡിലൂടെ ഗോസ്റ്റിംഗ് നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂസ് ലോങ്ങർ ട്രാൻസ്മിഷൻ ലൈൻ, കണക്ട് എ ബൂസ്റ്റർ, യൂസ് മൾട്ടി ബാൻഡ് ആൻറ്റിന, ചേഞ്ച് ദി ആൻറ്റിന ഓറിയൻറ്റേഷൻ ഓർ ലൊക്കേഷൻ. ലോങ് ട്രാൻസ്മിഷൻ ലൈൻ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ബൂസ്റ്റർ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, മൾട്ടി ബാൻഡ് ആൻറ്റിനാസ് യൂസ് ചെയ്തിട്ടും കാര്യമില്ല, ചേഞ്ച് ദി ആൻറ്റിന ഓറിയൻറ്റേഷൻ ഓർ ലൊക്കേഷൻ. ദിസ് വിൽ ബി ദി ആൻസർ, ഓപ്ഷൻ D. ക്വസ്റ്റ് നമ്പർ 56. ദ സർവീസ് ക്വസ്റ്റ് നമ്പർ 56 പറയുന്നത് ടെലിവിഷൻ ട്രാൻസ്മിഷൻ ആൻറ്റിനാസ് ആർ ബേസിക്കലി. ദ ടെലിവിഷൻ ട്രാൻസ്മിഷൻ ആൻറ്റിനാസ് ആർ ബേസിക്കലി. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ടെലിവിഷൻ ട്രാൻസ്മിഷൻ ആൻറ്റിനാസിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് യൂണി ഡയറക്ഷണൽ, ബൈ ഡയറക്ഷണൽ, ഡയറക്ഷണൽ ആൻഡ് ഒമ്നി ഡയറക്ഷൻ. സോ യൂണി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് മാത്രം അല്ലേ. ബൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിലേക്കും. ഡയറക്ഷണൽ പിന്നെ നിങ്ങൾ നോക്കുക ഒമ്നി ഡയറക്ഷണൽ. എന്താണ് ഒമ്നി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ? ബേസിക്കലി ഒമ്നി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ റിസീവിങ് സിഗ്നൽസ് ഫ്രോ ഓർ ട്രാൻസ്മിറ്റിംഗ് ഇൻ ഓൾ ഡയറക്ഷൻ. ദിസ് ഈസ് ബേസിക്കലി ഒമ്നി. പക്ഷെ അത് ബൈ ഡയറക്ഷനായിട്ട് ഡിഫറെൻ്റ് ആണ്. ഒമ്നി ഡയറക്ഷനുണ്ട്, ഡയറക്ഷനുണ്ട്, ബൈ ഡയറക്ഷനുണ്ട്, യൂണി ഡയറക്ഷനുണ്ട്. അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ വരിക, ഡയറക്ഷണൽ ആൻറ്റിന. സോ ഓർത്ത് വയ്ക്കുക, ടെലിവിഷൻ ട്രാൻസ്മിഷൻ ആൻറ്റിനാസ് കംപ്ലീറ്റ്ലി എന്തായിരിക്കും? ഡയറക്ഷണലായിരിക്കും. സോ ഒമ്നി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻ ആൻറ്റിന ദാറ്റ് റേഡിയേറ്റ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ ആണ് ഒമ്നി ഡയറക്ഷണൽ. ബൈ ഡയറക്ഷണൽ എന്ന് പറഞ്ഞാലോ 2 സൈഡിലേക്കും അല്ലേ. യൂണി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി 1 ഡയറക്ഷൻ. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഡയറക്ഷണൽ ആൻറ്റിന. 56. 57 നോക്കുക. വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് യൂസിങ് അലുമിനിയം സ്ക്രീൻസ് ഇൻ മോഡേൺ പിക്ചർ ട്യൂബ് ഈസ്. ബേസിക്കലി അലുമിനിയം സ്ക്രീൻസ് എന്നുള്ളത് ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ നിങ്ങൾക്ക് അറിയേണ്ടത്, അലുമിനിയം സ്ക്രീൻസ് മെയിൻലി ഒരു ബെറ്റർ ബ്രൈറ്റ്നെസ് കിട്ടാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അലുമിനിയം എന്തിൽ യൂസ് ചെയ്യുന്നത്? മോഡേൺ പിക്ചർ ട്യൂബിൽ കോട്ട് ചെയ്യുന്നത്. സോ ഓർത്ത് വയ്ക്കുക, ആൻസർ 57ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്, പ്രൊവൈഡ് ബ്രൈറ്റർ പിക്ചേഴ്സ്. ഓക്കെ. 58 നോക്കുക. ഗോസ്റ്റ് ഇമേജസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ ദി സ്ക്രീൻ ഓഫ് എ TV റിസീവർ വെൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഗോസ്റ്റ് ഇമേജിനെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ആൻറ്റിന ഡയറക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ മാറ്റും. ഗോസ്റ്റ് ഇമേജസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ ദി സ്ക്രീൻ ഓഫ് എ TV റിസീവർ വെൻ. എങ്ങനെയാണ് ഗോസ്റ്റ് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ A പറയുന്നത് ബ്രൈറ്റ്നസ് കൺട്രോൾ ഈസ് മിസ് അഡ്ജസ്റ്റഡ്, കോൺട്രാസ്റ്റ് കൺട്രോൾ ഈസ് അണ്ടർ അഡ്ജസ്റ്റഡ്, സെൻറ്ററിങ് മാഗ്നറ്റ് ഈസ് മിസ് അഡ്ജസ്റ്റഡ്, ബോത്ത് ദി ഡയറക്റ്റ് ആൻഡ് റിഫ്ലക്റ്റഡ് സിഗ്നൽസ് ആർ റിസീവ്ഡ്. വളരെ ക്ലിയർ ആണ്. 2 സിഗ്നൽസ് റിസീവ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിലാണ് ഗോസ്റ്റിംഗ് വരിക. എന്താണ് 2 സിഗ്നൽസ്? സോ ഇതാണ് ട്രാൻസ്മിറ്റർ റിസീവർ എങ്കിൽ മേ ബി 2 പാത്ത് വരാം. ഇപ്പോൾ മേ ബി ഇങ്ങനൊരു പാത്തും വരികയാണെങ്കിൽ മൾട്ടി പാത്ത് വരുന്ന സമയത്താണ് ബേസിക്കലി എന്ത് വരിക? ഗോസ്റ്റ് ഇമേജസ് ജനറേറ്റ് ചെയ്യുക. സോ ഓപ്ഷൻ D വിൽ ബി ദി ആൻസർ. ഓക്കെ. 59th ക്വസ്റ്റ്യൻ. 3 primary colors used in TV system. ഇതൊക്കെ ഓൾറെഡി അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 3 primary colors will be red, blue and green. Right. Option A. 60 നോക്കുക. 60. The saturation of color decreased when it is blended with. The saturation of color is decreased when it is blended with
ഓപ്ഷൻ എ ബ്ലാക്ക് ലൈറ്റ്, ഓപ്ഷൻ ബി ഇറ്റ് സെൽഫ്, ഓപ്ഷൻ സി വൈറ്റ് ലൈറ്റ്, ഓപ്ഷൻ ഡി റെഡ്, യെല്ലോ ഓർ ബ്ലൂ ലൈറ്റ്. ഏതായിരിക്കും ആൻസർ വരിക? സോ ദ സാച്ചുറേഷൻ ഓഫ് കളർ is decreased when it is blended with white light. This will be the answer. വൈറ്റ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സാച്ചുറേഷൻ കുറയുക. ക്വസ്റ്റ്യൻ നമ്പർ 62, അനദർ നെയിം ഓഫ് വൈ സിഗ്നൽ. വൈ നമ്മൾ ഓൾറെഡി അറിയാം. വൈ സിഗ്നൽ വിൽ ബി ഓൾസോ കോൾഡ് ലുമിനൻ സിഗ്നൽ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ? സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഇലക്ട്രോ ഡയഗ്നോസിസ് വെച്ച ക്വസ്റ്റൻ ആണ്. 63rd ക്വസ്റ്റ്യൻ, ദ ജി വൈ സിഗ്നൽസ് ക്യാൻ ബി ഫോംഡ് ബൈ ബ്ലെൻഡിങ് സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻ. നമ്മൾ പറഞ്ഞു 2 കളർ ഡിഫറൻറ്റ് സിഗ്നൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി എയ്തർ ആർ വൈ ഓർ ബി വൈ. ഈ രണ്ടെന്നുമാണ് നമ്മൾ കളർ സിഗ്നൽ. ഈ 2 സിഗ്നൽ വെച്ചിട്ടാണ് ബേസിക്കലി നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ജി വൈ ജനറേറ്റ് ചെയ്യാം. സോ ആൻസർ വിൽ ബി സി. സോ 64th ക്വസ്റ്റ്യൻ, ദ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ക്രോമ ആംപ്ലിഫയർ ഡ്രൈവ് ദി. ഓപ്ഷൻ എ ക്രോമ ബാൻഡ് പാസ് ആംപ്ലിഫയർ, ക്രോമ ബാൻഡ് പാസ് ആംപ്ലിഫയർ, വീഡിയോ ആംപ്ലിഫയർ, ക്രോമ ഡീമോഡുലേറ്റർ ആൻഡ് കളർ പിക്ചർ ട്യൂബ്. നമുക്കെന്നെ അറിയാം കളർ പിക്ചർ ട്യൂബായിട്ട് റിലേറ്റ് ചെയ്തല്ലേ ഈ ക്രോമ ആംപ്ലിഫയേഴ്സ് ഇരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. 64. 65 നോക്കുക. പുവർ കൺവേർജൻസ് പ്രൊഡ്യൂസസ് ഇമേജസ് വിച്ച് ഹാവ് കൺവേർജൻസ്. പുവർ കൺവേർജൻസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതാണ് പിക്ചർ ട്യൂബിൽ. നമ്മൾ ജസ്റ്റ് അത് പറഞ്ഞു പോയിട്ടുള്ളൂ ആ പോയിന്റുകൾ. ഓപ്ഷൻ പറയുന്നത് ക്രോമ ഫേസ് ഷിഫ്റ്റ്, റാൻഡം ഇൻറ്റർഫറൻസ്, കളർ ഫ്രിഞ്ചിങ്, അൺസ്റ്റേബിൾ സിംഗ്ലോക്ക്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 65. നമ്മൾ ജസ്റ്റ് അത് എന്താണെന്നുള്ളൊരു ജസ്റ്റ് ഒരു കോൺസെപ്റ്റേ പറഞ്ഞിട്ടുള്ളൂ. ഓപ്ഷൻ അപ്പോൾ പുവർ കൺവേർജൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. കളർ ഫ്രിഞ്ചിങ് ഒപ്റ്റിക്സിലൊക്കെ വരുന്നൊരു കോമൺ കാര്യമാണ് കളർ ഫ്രിഞ്ചിങ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. 66th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ദ സർവീസ് ഏരിയ ഓഫ് ടി വി ട്രാൻസ്മിറ്റർ ഫോർ സാറ്റിസ്ഫാക്ടറി റിസപ്ഷൻ ഈസ് ഡിറ്റർമൈൻഡ് ഇൻ ഡാഷ് സോൺ. ഏറ്റവും കറക്റ്റായിട്ടുള്ള റിസപ്ഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒപ്റ്റിക്കൽ പഠിച്ചൊരു കോൺസെപ്റ്റാണ്. ലൈൻ ഓഫ് സൈറ്റ്, ട്രോപ്പോസ്ഫിയറിക് എഫക്റ്റ്, റീജിയൻ ട്രോപ്പോസ്ഫിയറിക്. അപ്പോൾ ഏറ്റവും കറക്റ്റായിട്ടുള്ള ടി വി റിസപ്ഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ലൈൻ ഓഫ് സൈറ്റ്. ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. 66. 67, ഡീഗോസിങ് കോയിൽ ഈസ് യൂസ്ഡ് ഫോർ. സോ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ഡീമാഗ്നറ്റൈസിങ് ദി ട്രാൻസ്ഫോമർ കോർ, ഡീമാഗ്നറ്റൈസിങ് ദി കളർ പിക്ചർ ട്യൂബ്, റൊട്ടേറ്റിംഗ് ദി ഡയറക്ഷണൽ ആൻറ്റിന ആൻഡ് ട്രാപ്പ് ഇൻഡക്ടേഴ്സ്. സോ ആൻസർ വിൽ ബി, നമ്മൾ ഡീഗോസിങ് കോയിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പറഞ്ഞിരുന്നു. അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി നോക്കാനുണ്ട്. എന്നാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ, ഡീമാഗ്നറ്റൈസിങ് ദി കളർ പിക്ചർ ട്യൂബ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നമുക്ക് കുറച്ച് കോമൺ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് കോമൺ കാര്യങ്ങൾ ഇതിൽ കിട്ടി. അപ്പോൾ നിങ്ങൾ ആ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക. നമ്മളിനി നെക്സ്റ്റ് വീഡിയോസിൽ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് പഠിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എറൗണ്ട് ഒരു 30-35 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ.